ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ അനുഭവമാണ്. ഇന്നും ആ രാത്രി ഓർമ്മ വരുമ്പോൾ എന്നൊരു ഭയം പിടികൂടും. അന്നെനിക്ക് 12 വയസ്സാണ്. ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ അമ്മയും പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് നടക്കുകയാണ്. ചെറിയൊരു മണ്ണിട്ട റോഡാണ് വീട്ടിലേക്കുള്ളത്. ഇരുവശവും റബ്ബർ തോട്ടം. ഒരു വീട് പോലും ഇല്ല അടുത്തെങ്ങും. സമയം ഏകദേശം 11 മണിയോട് അടുത്തിരിക്കും. ഞാനും എൻ്റെ അമ്മയും എൻ്റെ സ്കൂളിലെ കാര്യങ്ങളും സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ഗോസിപ്പുമൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വളരെ വിചിത്രമായ ഒരു കാഴ്ച വന്നത്. ഞങ്ങളുടെ മുന്നിലൂടെ കുറച്ച് അകലത്തിൽ ചെറിയൊരു തീഗോളം പോലെ എന്തോ വായുവിൽ ഒഴുകിപ്പോകുന്നു. ഞാൻ അതിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് പെട്ടെന്ന് അണഞ്ഞുപോയി. ആ നിമിഷം എൻ്റെ ശരീരം മുഴുവൻ പേടിച്ച് വിറച്ച് നിശ്ചലമായി. ഞാനത് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മ വേഗത്തിൽ എൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പിന്നോട്ട് നോക്കരുത്, വേഗം നടക്കാൻ പറഞ്ഞു. അന്ന് വരെ അമ്മ ഇത്രയും ഭയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, അമ്മ ഒരു തവണ പോലും പിന്നോട്ട് നോക്കിയിട്ടില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്കെത്തി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തായിരുന്നു അത്? അമ്മ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. ശേഷം പതുക്കെ പറഞ്ഞു, അതുപോലെ രാത്രിയിൽ കാണുന്ന അഗ്നിയെ ഇവിടെയുള്ള ആളുകൾ വരുത്തുപോക്ക് എന്ന് പറയുന്നു. ചിലർ വിശ്വസിക്കുന്നത് അത് യക്ഷി മറ്റൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്നതാണ്. അതിനുശേഷം വേറൊരു കാര്യം കൂടി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വയസ്സനായ ആള് പോകുന്ന വഴിക്ക് ഈ അഗ്നി കണ്ടു. അത് വരുന്ന വഴിയായിരുന്നു, അതിൻ്റെ സഞ്ചാരപാതയായിരുന്നു അയാൾ മുറിച്ചു കടന്നത്. അതിനുശേഷം അയാൾ പാരലൈസ്ഡ് ആയിപ്പോയി. ജീവിതകാലം മുഴുവൻ കട്ടിലിൽ കഴിച്ചുകൂട്ടി. അന്നത്തെ രാത്രി വളരെ പേടിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത്. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ വലുതായപ്പോൾ പോലും ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഭവത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തു. ചിലർ പറയുന്നു അത് നെഗറ്റീവായ എനർജിയാണ്, വരുത്തുപോക്കാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ചിലർ പറയുന്നു അത് ഉൽക്കയാണെന്ന്. സത്യം എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ രാത്രി കണ്ട തീ അതെൻ്റെ മനസ്സിൽ ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ.